നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. അന്നമനട എക്കാട്ടിത്തോടിയിലൂടെ ഒഴുകിയെത്തുന്നത് മലിനജലമെന്ന് ആരോപണം. മത്സ്യങ്ങളുടെ പ്രജനന കാലമായതിനാൽ ജലത്തിലെ മലിനീകരണം പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്നു. മതിലകം തൃപ്പേക്കുളത്ത് കനോലി കനാലിൽ കൂടുകെട്ടി കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. മഴ കനത്തതോടെ കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ കടലാക്രമണം തുടങ്ങി. എടവലങ്ങ് പഞ്ചായത്തിലെ കാരവാക്കടപ്പുറത്താണ് കടൽക്ഷോഭം രൂക്ഷമായിട്ടുള്ളത്. വാക്കടപ്പുറത്ത് വളവത്ത് സജി, പാണ്ടികശാലക്കൽ സുരേഷ്, പോണത്ത് ശാരദ എന്നിവരുടെ വീടുകളിൽ കടൽ കയറി. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നടപ്പാക്കുക. നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. എസൻപുരത്ത് 1 മാസത്തോളമായി കുടിവെള്ളം കിട്ടാതായതോടെ ദേശീയപാത നിർമ്മാണം തടഞ്ഞ് നാട്ടുകാർ. ഉച്ചയോടെ പൈപ്പ് ശരിയാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ നാട്ടുകാർ സമരം നിർത്തി. കനത്ത മഴയിൽ കൂടപ്പുഴ തടയണ നിറഞ്ഞൊഴുകി. കൂടപ്പുഴയിലേതടക്കമുള്ള തടയണങ്ങൾ നിറഞ്ഞൊഴുകിയതോടെ പോലീസും ഫയർഫോഴ്സും ജാഗ്രത മുന്നറിയിപ്പ് നൽകി. KSRTC ബസ്സിൽ യാത്ര ചെയ്യവേ യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടു. തുടർന്ന് ബസ് ആശുപത്രിയിലേക്ക് തിരിച്ചുവിട്ടെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകി. കോൺഗ്രസ് അന്നമനട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണപരാജയങ്ങൾക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. VA അബ്ദുൽ കരീം ധർണ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി മധ്യമേഖല കൺവെൻഷൻ നടത്തി. അങ്കമാലി CSA ഹാളിൽ നടന്ന കൺവെൻഷനിൽ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യത. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.